പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ. ഒരൊറ്റ സത്തയിൽ നിന്ന് തന്നെ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ് അവൻ. അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും അവനുണ്ടാക്കി. അവളോടൊത്ത് അവൻ സമാധാനം അടയുവാൻ വേണ്ടി. അങ്ങനെ അവൻ അവളെ പ്രാപിച്ചപ്പോൾ അവൾ ലഘുവായ ഒരു ഗർഭം ധരിച്ചു. എന്നിട്ട് അവൾ അതുമായി നടന്നു. തുടർന്ന് അവൾക്ക് ഭാരം കൂടിയപ്പോൾ അവർ ഇരുവരും അവരുടെ രക്ഷിതാവായ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് നീ ഒരു സന്താനത്തെ നൽകുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കും. അപ്പം ഇത് നമ്മുടെ സൃഷ്ടിപ്പിനെ പറ്റി, മനുഷ്യൻ്റെ രണ്ടാമത്തെ സൃഷ്ടിപ്പ്. ഒന്നാമത്തെ സൃഷ്ടിപ്പ് ഒറ്റ സത്തയിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിപ്പ് രണ്ടാമത്തെ സൃഷ്ടിപ്പും കൂടി ഇവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ സൃഷ്ടിപ്പ് എന്തായിരുന്നു? മണ്ണിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചത്. മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണ്, ഗന്ധമുള്ള മണ്ണിൽ നിന്ന്. മണ്ണിനൊരു ഗന്ധമുണ്ടാവില്ല. നമുക്കറിയാം, ആദ്യമായിട്ട് മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്നൊരു ഗന്ധം പുറപ്പെടും. ചിലർക്ക് സുഗന്ധമായിരിക്കും, ഏതായാലും ദുർഗന്ധമല്ല, അതായത് ഒരു പ്രത്യേക ഒരു മണ്ണിൻ്റെ ഒരു മണം. അങ്ങനെ മണമുള്ളൊരു മണ്ണിൽ നിന്ന് ആണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിന് ഒരു മണം, സുഗന്ധം. ആ സുഗന്ധം, പുരുഷൻ്റെ ഗന്ധം സ്ത്രീകൾക്ക് വളരെ ഇഷ്ടകരമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. മനുഷ്യന് വിയർപ്പിനൊരു മണമുണ്ട്. ഈ മണം ഉപയോഗിച്ചിട്ട് തന്നെ നായ്ക്കൾ മനുഷ്യനെ കണ്ടുപിടിക്കുന്നു. ഇപ്പം നമുക്കറിയാമല്ലോ, അവിടെ ദുരന്തം, ചുരൽമലയിലെ ദുരന്തം. അവിടേക്ക് നായകളെ കൊണ്ടുവന്നു. നായകൾ ചില ഭാഗത്തെത്തുമ്പോൾ കുരയ്ക്കുകയും അവിടെ കുഴിച്ചു നോക്കുമ്പോൾ മനുഷ്യനെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കത് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്ന നായകൾക്ക് നമ്മൾ വരുന്നതിന് മുമ്പ്, നമ്മെ അവരുടെ ദൃഷ്ടിയിൽ പെടുന്നതിന് മുമ്പ് അവർക്ക് മണം കൊണ്ടറിയാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ദൂരത്തെവിടെയാണെങ്കിൽ പോലും അവർ വേഗം തലയും കണ്ണും ഉയർത്തി നോക്കുകയും നമ്മളെ കണ്ടു കഴിഞ്ഞ ഉടനെ അവർ വാലാട്ടി നമ്മുടെ അടുത്തേക്ക് വരികയും ചെയ്യും. എന്ന് കരുതിയാലും നായകളെ വീട്ടിൽ വളർത്തരുത് കേട്ടോ. ഞാൻ പറഞ്ഞു തന്നുള്ളൂ, നായകളുടെ വീട്ടിൽ മാലാഖമാർ വരില്ല എന്നാണ്. അപ്പം നമുക്ക് നായകൾക്ക് ഭക്ഷണം കൊടുക്കാം, പുറത്തു നിന്ന് ഭക്ഷണം കൊടുക്കാം. ശരി, അപ്പം നായ്ക്ക് നമ്മുടെ വീടിന് പുറത്ത് വെച്ച് ഭക്ഷണം കൊടുക്കാം. അത് തെറ്റൊന്നുമില്ല. ഒരു സ്ത്രീ നായ്ക്ക് വെള്ളം കോരി കൊടുത്തിട്ട് ആ സ്ത്രീ സ്വർഗാവകാശിയായ കഥ നമുക്കറിയാമല്ലോ, ഒരു വ്യഭിചാരിണിയായ സ്ത്രീ. അപ്പം ഭക്ഷണം കൊടുക്കുന്ന തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ അവിടെ തന്നെ നിൽക്കും, വീട്ടിൽ നിന്ന് പോവില്ല. അപ്പോൾ നമുക്ക് നായ്ക്ക് ഭക്ഷണം കൊടുക്കണം തോന്നി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ പുറത്ത്, ഗേറ്റിന് പുറത്താക്കി കൊടുക്കുക. വീട്ടിനകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയൊക്കെ ചെയ്യും. കഴിയുന്ന നായകളെ നമുക്ക് ഒഴിവാക്കുന്നത് നല്ലത്. അതേസമയം അവരെ പരിപൂർണമായും കൊന്നൊടുക്കേണ്ട ആവശ്യമില്ല. ഉപദ്രവകാരികളെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ. അപ്പോൾ നായകൾ ആ പ്രദേശത്ത് പേപ്പട്ടി ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ നായകൾ ജനങ്ങളെ കടിക്കുകയാണെങ്കിൽ, കുട്ടികളെയും സ്ത്രീകളെയൊക്കെ കടിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് നായ്ക്കളെ കൊന്നൊടുക്കാം. അല്ലാണ്ട് മൊത്തം നായകൾ നമ്മൾ കൊന്നൊടുക്കാൻ പാടില്ല. കാരണം അതൊക്കെ ഇതിന് സമൂഹത്തിൻ്റെ ഭാഗമാണല്ലോ. ഈ ഇക്കോസിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് നായകളൊക്കെ. അപ്പം ഒരു കണ്ണിയെ നമ്മൾ പരിപൂർണമായി കൊന്നു കഴിഞ്ഞാൽ മറ്റ് പല പ്രത്യാഘാതകൾ നമ്മളുണ്ടാവും. അപ്പം നായ്ക്കൾ നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടാണെങ്കിൽ കൊല്ലാം. ചില പ്രദേശത്തുണ്ടാകുന്ന നായ്ക്കൾ അവറ്റകൾ അവിടെ ലോറിയുടെ അടിയിലും മറ്റെവിടെയെങ്കിലും സുഖമായി കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്യും. മനുഷ്യർക്കാർക്കും ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അവയെ കൊല്ലണ്ട. ചില നായകൾ ആക്രമണകാരികളാണ്, അങ്ങനെയാണെങ്കിൽ കൊല്ലാം. അക്രമകാരികളാകാനുള്ള പ്രധാന കാരണം ഇതാണ്, കോഴിയാണ്. ബ്രോയിലർ കോഴിയുടെ ഇത് കൊടുക്കുന്നത് പല സ്റ്റാർട്ടപ്പ് ഇതൊക്കെ കൊടുത്തിട്ട് വളർത്തി കൊണ്ടുവരുന്നതാണല്ലോ ഈ ബ്രോയിലർ കോഴി. അപ്പോൾ അതിൻ്റെ ഹോർമോണ് ഈ നായകൾ പ്രവർത്തിച്ചിട്ട് അവർ അക്രമാസക്തരായി മാറുകയാണ്. കണ്ടമാനം ഭക്ഷണം കിട്ടുമ്പോൾ, ഇഷ്ടംമാതിരി കോഴി വേസ്റ്റൊക്കെ കിട്ടുമ്പോൾ അവർ അക്രമാസക്തരാവുകയായിരിക്കാം. അതുമല്ലെങ്കിൽ മറ്റു പല വിദേശികളായ അൽസേഷ്യൻ നായകളെ ഓരോരുത്തർ വീട്ടിൽ വളർത്തും. പ്രായമായി കഴിഞ്ഞാൽ തെരുവിൽ ഉപേക്ഷിക്കും.
ഈ പ്രായമായ നായകൾക്ക് ഏത് കാലം ഇണചേരാൻ കഴിയും. അങ്ങനെ ഇവർ മറ്റു നായകളുമായി ഇണചേർന്ന്, നാടൻ നായകളുമായി ഇണചേർന്ന് ഉണ്ടാകുന്നവർ ഭയങ്കര അക്രമാസക്തരായി മാറും. ഇന്നിപ്പോൾ ഒരു പ്രത്യേക നായുണ്ട്, എൻ്റെ പേര് മറന്നത്. അത് ആളെ വരെ തിന്നും, മനുഷ്യനെ വരെ തിന്നുന്ന നായയാണത്. ഒരു വ്യക്തി പിന്നെ ഒരു ഗൾഫുകാരൻ അങ്ങനെ നായയെ വളർത്തി, നായക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയതാണ്. നായക്കെന്തോ ദേഷ്യം പിടിച്ച് ഇയാളെ കൊന്നു തലയോട്ടി കഴിച്ചു എന്നാണ് തോന്നുന്നു. തലയോട്ടി മുഴുവൻ തലയില്ലാത്ത അവസ്ഥയിലാക്കി. അപ്പോൾ മനുഷ്യനെ തിന്നുന്ന നായ. അപ്പം ഇങ്ങനത്തെ നായകളൊക്കെ ഇവരെന്തൊക്കെ തെരുവിൽ ഉപേക്ഷിക്കും. ഇനി സർക്കാരിൻ്റെ നിയമങ്ങളൊക്കെ വരുമ്പോൾ വേഗം തെരുവിൽ ഉപേക്ഷിക്കണം. ഈ നായകൾക്ക് വർഷാവർഷം ലൈസൻസ് എടുക്കണം. മറ്റു പല നൂലാമാലകളൊക്കെ ഉണ്ട്. അതൊക്കെ മേടിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മറ്റെവിടെയെങ്കിലും വിദേശ യാത്രക്കൊക്കെ പോകുമ്പോൾ നായനെ സംരക്ഷിക്കാൻ ആളെ കിട്ടില്ല. അപ്പം എന്ത് ചെയ്യും, പതുക്കെ കൊണ്ട് തെരുവിൽ കൊണ്ട് ഉപേക്ഷിക്കും. ഞാൻ എത്രയോ നായ്ക്കളെ കാണാറുണ്ട്. കഴുത്തിൽ പട്ടയിട്ട നായ്ക്കൾ തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞ് ആരൊക്കെ മണത്ത് നടക്കുന്നു. ഇവിടെയും ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്തും ഒരു നായ ഇങ്ങനെ ചുറ്റി നടക്കും. അതിനെ ഇവിടെ ചുറ്റേക്ക് ഉപേക്ഷിച്ചത്. അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കും. അങ്ങനെ ഉപേക്ഷിച്ച നായകൾ മറ്റു നായകളുമായി ചേർന്നിട്ടാണ് അക്രമാസക്തരാകുന്നത്. പറഞ്ഞു വരുന്നത് ഇതാണ് കാരണം. നായകൾ മനുഷ്യനെ ആക്രമിക്കാൻ കാരണം ഇതായിരിക്കാം. അല്ലാതെ പൊതുവെ നായകൾ അങ്ങനെ മനുഷ്യനെ ആക്രമിക്കാറില്ല. അവരെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർ. മനുഷ്യരുടെ കൂടെയും നായകളായാലും ആനകളായാലും സിംഹങ്ങളായാലും ഒക്കെ മനുഷ്യരെ അങ്ങനെ ഉപദ്രവിക്കാതെ അവർ അവരുടേതായ ജീവിതം ജീവിച്ചു പോരുകയാണ്. അപ്പോൾ നമ്മൾ കാട് കയറിപ്പോയത് മനുഷ്യന് ഗന്ധമുള്ള മണ്ണിൽ നിന്നാണ് എന്ന് പറഞ്ഞിടത്താണ്. ആ ഗന്ധം തിരിച്ചറിയാൻ നായകൾക്ക് കഴിയും. അങ്ങനെ നമ്മൾ കാട് കയറിപ്പോയത്. അപ്പോൾ മനുഷ്യഗന്ധം അറിയാനുള്ള കഴിവ് നായകൾക്കുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള ഗന്ധമുള്ള മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഒറ്റ സത്തയിൽ നിന്ന് മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നിട്ട് നബിയുടെ ഇടത്തെ വാരിൽ നിന്നാണ് ഹവ്വാബിയെ സൃഷ്ടിച്ചത്. അപ്പം ആ സത്ത തന്നെയാണ് ഹവ്വാബി. അല്ല, ഹവ്വാബിക്ക് വേറെ മണ്ണല്ല. നബിയെ സൃഷ്ടിച്ച അതേ മണ്ണ് കൊണ്ട് തന്നെയാണ് ഹവ്വാബിയെ സൃഷ്ടിച്ചത്. മനസ്സിലായി? അപ്പം ആദമിൻ്റെ ശരീരത്തിൽ എന്താണുള്ളത്? മണ്ണാണുള്ളത്. ആ മണ്ണിൽപ്പെട്ട ഒരു വാരിയല് കൊണ്ടാണ് ഹവ്വാബിയെ സൃഷ്ടിച്ചത്, വളഞ്ഞ വാരിയല്. അതുകൊണ്ടാണ് ആ വളഞ്ഞ വാരിയല് നിവർത്താൻ ശ്രമിക്കുക. സ്ത്രീകളുടെ പ്രകൃതം അങ്ങനെയാണ്. ചില കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളാൻ സമയം പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഒറ്റയടിക്കത് നിവർത്തത് പൊട്ടിപ്പോകും എന്നാണ്. അത് നമ്മുടെ സൗകര്യത്തിൽ, പുരുഷൻ്റെ സൗകര്യത്തിനും ഗുണത്തിനും വേണ്ടിയാണ് അങ്ങനെ സൃഷ്ടിച്ചത്. പണ്ടൊരിക്കൽ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ വൈഫ് പറയും, നമ്മൾ പെണ്ണുങ്ങൾ പുരുഷന്മാരെ അടിവസ്ത്രം വരെ കഴുകിത്തരും, നിങ്ങളെൻ്റെ ഷെഡി തിരുമ്പി തരുമോ ചോദിച്ചു. നമ്മൾ പ്രയാസമാണ്. അപ്പോൾ സ്ത്രീകൾക്കതൊരു പ്രയാസമല്ല. പുരുഷൻ്റെ അടിവസ്ത്രം കഴുകിത്തരുന്നതിനോ ഒന്നും ഒരു പ്രയാസമല്ല. അതുപോലെ തന്നെ രാത്രി സമയത്ത് കുട്ടികൾ മൂത്രമൊഴിച്ചു അല്ലെങ്കിൽ അപ്പിയിട്ടു, അവരെ രാത്രി സമയത്ത് എണീച്ചത് കഴുകി വൃത്തിയാക്കുക മാത്രമല്ല, ആ കുട്ടിയോട് കിന്നാരം കൂടി പറഞ്ഞ് നല്ല കുപ്പായവും നല്ല വസ്ത്രമൊക്കെ ധരിച്ച് കിടത്തുമ്പോൾ ഒരു കുട്ടിയെ ആശ്വസിപ്പിക്കുക, കുട്ടിയെ പുന്നാരിക്കുന്ന വർത്താനം കൂടി പറഞ്ഞിട്ടാണ് അവർ കിടക്കുക. നമ്മളാണെങ്കിൽ നൊടിയും ഉറങ്ങുന്ന സമയത്താണ്. ഞാൻ പണ്ടൊക്കെ എൻ്റെ മകൾക്ക്, ചെറിയ മകൾക്ക് താരാട്ട് പാടണമെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കണം. അവളുടെ ഉമ്മ ആട്ടിക്കഴിഞ്ഞാൽ കുട്ടി പറയും, ഉപ്പ വരണം ആട്ടിത്തരണം. ഞാൻ പകൽ സമയത്ത് ആട്ടിക്കൊടുക്കും, പക്ഷെ രാത്രി ആയാൽ അനങ്ങൂല. ഞാൻ എന്ത് കരഞ്ഞാലും ഞാൻ നിൽക്കില്ല, എന്നെ കൊണ്ട് കഴിയൂല, ഈ ആട്ടിക്കൊടുത്തത്. അങ്ങനെ കുട്ടി ഇങ്ങനെ ആർത്ത് കരയും. ഞാനത് വേണ്ടി ഞാൻ കിടക്കും. വൈഫാട്ടുമ്പോൾ കുട്ടിക്ക് സ്വീകാര്യമല്ല. ഉപ്പ വരണം എന്ന് പറയും.
ഞാൻ കുറച്ച് ശക്തിയിലാട്ടി കൊടുക്കും, അതിന് വേണ്ടി തന്നെ കഴിയുന്നത് ഞാൻ ആ വഴിക്ക് തിരിഞ്ഞു നിൽക്കില്ല, ഞാൻ കിടന്നുറങ്ങും. പകലാണെങ്കിൽ ആട്ടി കൊടുക്കും. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾക്ക് പുരുഷന്മാർക്ക് ഈ ഉറക്കം ഒഴിവാക്കുന്ന പരിപാടിയൊക്കെ ഭയങ്കര ദേഷ്യമാണ്. ഇത് ആട്ടി കൊടുത്താൽ മതി, ഒരു 5 മിനിറ്റ് ആട്ടി കൊടുത്ത് രണ്ടാമതും കിടന്നുറങ്ങാം. പക്ഷേ ഇവർ ചെയ്യുന്ന എന്താ, കുട്ടി മൂത്രം വെച്ചാലും അപ്പിട്ടാലും അതിനേച്ച് കഴുകി വൃത്തിയാക്കി, അപ്പം ഉറക്കം എത്ര നഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ളൊരു പ്രകൃതിയോടാണ് അവരെ സൃഷ്ടിച്ചത്. ഈ ഗുണങ്ങളൊക്കെ സ്ത്രീകൾക്കുണ്ട്. അതോടുകൂടി ചില കാര്യങ്ങൾ പറഞ്ഞു ഉൾക്കൊള്ളാനും ഒക്കെ അല്പം പ്രയാസമുണ്ടാവും. അപ്പം അതൊക്കെ മനുഷ്യൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്, പുരുഷൻ്റെ ഗുണത്തിന്, പുരുഷൻ്റെ ഒരു അത്താണിയായിട്ട്, പുരുഷന് ഉപോത്ബലമായി കൂടെ സ്ത്രീയെ സൃഷ്ടിച്ചതല്ലേ. ഒരു ഇരുമ്പ് നല്ല കാഠിന്യമുള്ളതാണ്. പക്ഷെ എന്താണ്, തുരുമ്പ് പിടിക്കും. ആ തുരുമ്പ് പിടിക്കാതിരിക്കാൻ എന്താണ്, പെയിൻ്റ് അടിച്ചാൽ മതി. ഇരുമ്പിനോളം മാത്രമല്ലല്ലോ പെയിൻറ് ഒരു സാധാരണ വസ്തു. പക്ഷേ അത് ഇരുമ്പിന് ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. അതുപോലെ തന്നെ സ്ത്രീ ഒരു വളഞ്ഞ എല്ലുകൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് കരുതി നിസ്സാരവൽക്കരുത്. അത് പുരുഷന് ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. നമ്മൾ വളരെ ജോലിയൊക്കെ ചെയ്ത് പല പ്രയാസങ്ങൾ, മേലധികാരികളിൽ നിന്ന് പല ചീത്തയെന്നൊക്കെ കേട്ട് വീട്ടിലെത്തുമ്പോൾ നമ്മളെ സമാധാനിപ്പിച്ചില്ലെങ്കിലും കൂടിയിട്ട് അവരുടെ സമീപനം നമുക്ക് വളരെ ആശ്വാസകരമാണ്. സ്ത്രീകളുടെ കിളിക്കൊഞ്ചൽ കേൾക്കാൻ പല പുരുഷന്മാർക്കും ഇഷ്ടമാണ്. ചില ഓഫീസുകളിൽ, സർക്കാർ ഓഫീസുകളിലോ മറ്റ് പ്രൈവറ്റ് ഓഫീസുകളിലൊക്കെ തൊഴിലാളികൾ ഉണ്ടാവും. പക്ഷെ അവർ ഭയങ്കര ഡെസ്പായിരിക്കും, ഇങ്ങനെ സ്ഥിരമായിട്ട് ജോലിയെടുത്ത്. പക്ഷേ യാദൃശ്ചികമായി അവിടേക്കൊരു സ്ത്രീ തൊഴിലാളി വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉഷാറാവുന്ന കാണാം. കാരണം സ്ത്രീയുടെ സാമീപ്യം ഏതൊരു പുരുഷനും ആഹ്ലാദം ജനിപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് പുരുഷനെ സ്ത്രീയെ സൃഷ്ടിച്ചത് ദൈവം. അപ്പോൾ അതാണ്. അപ്പം അങ്ങനെ ഒരു ഗുണം സ്ത്രീക്കുണ്ട്. എൻ്റെ ഇണയെയും അവനുണ്ടാക്കി അവളോടൊത്ത് അവൻ സമാധാനമടയാൻ വേണ്ടി. അപ്പോൾ സ്ത്രീയുടെ സാമീപ്യം പുരുഷന് സമാധാനമാണ്. ചില സ്ത്രീകൾ സദാസമയം പുരുഷന്മാരെ കുറ്റപ്പെടുത്തുകയും അങ്ങനെ പുരുഷന്മാർക്ക് പ്രയാസം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു വിഷയം, വളരെ ന്യൂനപക്ഷമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ അവൻ അവളെ പ്രാപിച്ചപ്പോൾ അവൾ ലഘുവായ ഒരു ഗർഭം ധരിച്ചു. അങ്ങനെ അവർ ഇണ ചേർന്നു. ലഘുവായ ഒരു ഗർഭഭാരം വഹിച്ചു. അപ്പം ഈ പുരുഷന് ഇണ ചേരും. നമ്മൾ ആ ഇഷ്ടത്തോടു കൂടി നമ്മൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇണ ചേരും നമ്മൾ. അത് സ്വാഭാവികമാണ്, പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അപ്പം മറ്റു ജീവജാലങ്ങളൊക്കെ ഇണ ചേരുന്നുണ്ടല്ലോ. അതുപോലെ നമ്മൾ ആ സ്നേഹത്തോടു കൂടി നിന്ന് കഴിഞ്ഞപ്പം അവയും തമ്മിൽ ഇണ ചേർന്നു. സ്വർഗത്തിൽ വെച്ചാണ് ഇണ ചേർന്നത്. പക്ഷേ കുട്ടി ജനിച്ചത് ഭൂമിയിൽ വെച്ചാണ്. അപ്പം നമ്മൾ ഇണ ചേരുന്നത് എങ്ങനെയാണ് അറിയാത്തവർ പോലും ഇണ ചേരാൻ പറ്റിയ രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്വാഭാവികമായിട്ടും സ്ത്രീയെ ഉമ്മ വെക്കാൻ പുരുഷന് തോന്നും, സ്ത്രീക്കും പുരുഷനെ കെട്ടിപ്പിടിക്കാൻ തോന്നും. അങ്ങനെ അവർ ആ ലൈംഗിക വേളയിലേക്ക് പ്രവേശിക്കും. അവരറിയാതെ തന്നെ പ്രവേശിക്കും. ചിലർ പറയും സ്ത്രീക്ക് അധികം വികാരം വന്നു കഴിഞ്ഞാൽ സ്ത്രീ തന്നെ മുൻകൈയെടുത്ത് ആ ലൈംഗിക വേളയിലേക്ക് പ്രവേശിപ്പിക്കും എന്നാണ്. ഇപ്പോൾ ചില പുരുഷന്മാരുണ്ടാവും, പിന്നെ അല്പം മന്ദബുദ്ധികളായ, അവർക്കും കുട്ടികൾ ജനിക്കുന്നുണ്ട്. അപ്പം അതിന് സഹകരിച്ചു കൊടുക്കുന്ന ആരാണ്? സ്ത്രീകളാണ്. സ്ത്രീകൾ പഠിപ്പിച്ചു കൊടുക്കും. സ്ത്രീക്ക് അറിവില്ലെങ്കിൽ പുരുഷൻ പഠിപ്പിച്ചും, പുരുഷക്കാണെങ്കിൽ സ്ത്രീ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. അതായത് അവർ ആ ഇഷ്ടം മൂലം സ്ത്രീയുമായിട്ട് നിൽക്കുവാൻ പുരുഷന് ശാന്തി കണ്ടെത്തുന്നതോടുകൂടി എന്താണ്, സ്വാഭാവികമായിട്ടും നമ്മൾ ലൈംഗിക വേളയിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ഗർഭം ധരിക്കുകയും ചെയ്യും. അങ്ങനെ അവൾ അത് ഭാരവുമായിട്ട് നടന്നപ്പോൾ ഭാരം കൂടി വരും. ഓരോ ദിവസം ചെല്ലുന്തോറും അതിലേക്കുള്ള പോഷകങ്ങളും വരും. ആ ഗർഭസ്ഥ ശിശുവിന് വേണ്ട പോഷകങ്ങൾ വന്ന് വരികയും അങ്ങനെ ഭാരം വർദ്ധിക്കും. മഴത്തുള്ളിക്ക് എങ്ങനെയാണ്? മഴത്തുള്ളി ഇങ്ങനെ ആദ്യം വളരെ ചെറിയ തുള്ളിയായിരിക്കും. നമ്മൾ ലൈൻമേലൊക്കെ കാണാം, ഈ KCB ലൈനിൻ്റെ മുകളിൽ നിന്ന് വെള്ളത്തുള്ളി, ആദ്യം ചെറിയ തുള്ളി ഇങ്ങനെ, പിന്നെ ആ തുള്ളി വലുതാവും, അവസാനം അത് താഴത്തേക്ക് വീഴും അല്ലേ. അതുപോലെ തന്നെ ഭാരം കൂടി, ഒരു ദിവസത്തിൽ നിന്ന് ഭാരം കൂടി
അപ്പോൾ ഭാരം കൂടിക്കഴിഞ്ഞപ്പോൾ അവൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അത് ഏത് നിരീശ്വരവാദിനിയായ സ്ത്രീകളും ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ സാധ്യതയുണ്ട്. ജാമ്യത വരെ പ്രാർത്ഥിക്കും. അല്ലാതെ അവൾക്ക് ഇനി കുട്ടി ഉണ്ടോ എന്നറിയില്ല കേട്ടോ. അങ്ങനെ അല്ലാതെ പ്രയാസപ്പെടുമ്പോൾ പ്രാർത്ഥിക്കും. സ്ത്രീകൾ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കും. കാരണം അവർ ചപല ഹൃദയരാണ്. അവർക്ക് കൂടുതൽ പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയാത്തവരാണ്. അതുകൊണ്ട് വേഗം ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് നീ നല്ലൊരു സന്താനത്തെ നൽകിയ തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരായ കൂട്ടത്തിലായിരിക്കും. ഇത് പുരുഷനും സ്ത്രീയും കൂടി രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കും. ദൈവവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ അവർക്ക് അള്ളാഹു കുഞ്ഞിനെ നൽകും. പക്ഷെ പിന്നീട് അവർ എന്ത് ചെയ്യും? അവർ പങ്കു ചേർക്കും എന്ന് തൊട്ടടുത്ത വാചകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള വളരെ സങ്കീർണമായൊരു വ്യവസ്ഥയാണ് പ്രസവം. അതിനെ വളരെ എളുപ്പത്തിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലും. ഇപ്പം വെറും പ്രസവം മാത്രമാണെങ്കിൽ ഇവിടെ കുട്ടികളൊന്നും ഉണ്ടാവില്ലായിരുന്നു. പ്രസവത്തിന് മുമ്പ് ലൈംഗിക വേള ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും അതിനോട് താല്പര്യമുണ്ടാവുകയും അങ്ങനെ ഗർഭധാരണം നടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ലൈംഗിക വേളയിൽ അനുഭവിക്കുന്ന സുഖം ഉള്ളത് കൊണ്ടാണ് ഇവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. തനിക്ക് ശേഷം ഒരു പിന്തുലമുറ വേണമെന്ന് കരുതി ആരും ഇണ ചേരാറില്ല. നമ്മൾ സുഖത്തിന് വേണ്ടി ഇണ ചേരും. അപ്പോൾ പിന്നെ കുട്ടി ഗർഭം സംഭവിക്കും. പിന്നെ ആ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ മടിയാണ്. അതിനെ വളർന്ന് പിന്നെ പ്രസവിക്കും. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞാൽ പിന്നെ അതിനെ തീരെ കൊല്ലാൻ പാടില്ല. പ്രസവിക്കുന്നതിന് മാത്രം നിവൃത്തില്ല. അങ്ങനെ പ്രസവിക്കും, കുഞ്ഞിനെ വളർത്തും. കുഞ്ഞിൻ്റെ കിളിക്കൊഞ്ചുകൾ കേൾക്കാൻ താല്പര്യമുണ്ടാവും. ആ സമയത്തൊന്നും നമ്മൾ കുഞ്ഞിനെ കൊല്ലാൻ തോന്നില്ല. അങ്ങനെ വളർന്ന് അങ്ങനെ വരും. അപ്പോൾ അള്ളാഹുവിൻ്റെ തന്ത്രമാണ് ഇവിടെ സന്താനത്തെ ഇവിടെ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള അള്ളാഹുവിൻ്റെ തന്ത്രം. ശപിക്കപ്പെട്ട ഇബ്ലീസ് ഇതെല്ലാം ഇല്ലായ്മ ചെയ്യും. മനുഷ്യൻ്റെ വംശം ഇല്ലാതിരിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. പക്ഷേ ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ പുരുഷനും സ്ത്രീകൾക്കും തമ്മിൽ സ്നേഹമുണ്ട്. അതുപോലത്തെ മാതാവിനും ഗർഭസ്ഥ ശിശുവിനോടും സ്നേഹമുണ്ടല്ലേ. ഒരു മാതാവ് ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾ ആ വയറ് തലോടുകയും ഒക്കെ ചെയ്യും. തൻ്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിനോട് സ്നേഹം ആ മാതാവിനുണ്ടാവും. അപ്പോൾ ആ സമയത്തും ഈ മാതാവിന് ഈ കുഞ്ഞിനെ കൊല്ലാൻ തോന്നുന്നില്ല. ജനിച്ചു കഴിഞ്ഞാലും കൊല്ലാൻ തോന്നുന്നില്ല. അപ്പം ഇതൊക്കെ സ്നേഹം അള്ളാഹു സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇവിടെ ഭൂമി മനുഷ്യരാശി നിലനിൽക്കുന്നത്. സ്നേഹമാണ് അഖിലസാരം മൂഴിയിൽ നിന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ആ സ്നേഹത്തിൻ്റെ മുകളിലാണ് ഇവിടെ പ്രപഞ്ചവും ഒക്കെ നിലനിൽക്കുന്നത്. അങ്ങനെ അന്യോന്യം സ്നേഹിച്ചും സൗഹാർദ്ദത്തിലും കഴിഞ്ഞുകൂടുന്ന ആ ഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകണം. തമ്പുരാനെ ആമീൻ.